കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തരി വാർഡിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സായാഹ്ന സംഗമം നടത്തിയത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള എന്റെ ഗ്രാമം ഹരിതഗ്രാമം ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങളുടെ അവസാനഘട്ട വാർഡുതല വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ് സായാഹ്ന സംഗമം നടത്തിയത്. ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ തന്നെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള മാലിന്യമുക്ത പരിപാടിയിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഏരൂർ ജംഗ്ഷനിൽ ബ്യൂട്ടിഫിക്കേഷൻ നടത്തി, അതിനുശേഷം പത്തടിയിൽ നടത്തി, നാളെ കാഞ്ഞൂരിൽ നടത്താൻ പോവുകയാണ്. അപ്പോൾ അതിനെല്ലാം ഒരു വലിയ മാറ്റമാണ്. നമ്മുടെ നാടും വീടും പ്രദേശങ്ങളും എല്ലാം തന്നെ വളരെ നന്നായി സൂക്ഷിക്കുക എന്നുള്ളൊരു വലിയ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഈ പത്തടിയിൽ നടക്കുന്ന സായാഹ്ന സദസ്സിന് ശേഷം നാളെ മുതൽ 19 വാർഡും ഇത്തരത്തിലുള്ള സായാഹ്ന സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ആകെ നമ്മുടെ മാലിന്യമുക്ത പദ്ധതിയിലേക്ക്, പരിപാടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം. ഞാൻ മറ്റൊന്നും സൂചിപ്പിക്കുന്നില്ല. നമ്മുടെ പത്തടി വാർഡിൽ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഗ്രാമപഞ്ചായത്ത് നസീറിന്റെ നേതൃത്വത്തിലുള്ള വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ പ്രദേശത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഴയരൂരിൽ നിന്നും ഭാരതപുരത്തുമായി ബന്ധിപ്പിക്കുന്ന 35 ലക്ഷം രൂപയുടെ റോഡ്, അങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ. പഞ്ചായത്തിലെ മുഴുവൻ വാർഡിലും എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് സായാഹ്ന സംഗമം ചേർന്നുകൊണ്ട് വാർഡ് തലങ്ങളിലെ പോരായ്മകൾ മനസ്സിലാക്കിയും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മനസ്സിലാക്കി പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്താക്കി മാറ്റുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷൈൻ ബാബു അധ്യക്ഷനായി. വാർഡ് മെമ്പർ MP നസീർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മതപുരോഹിതർ, കുടുംബശ്രീ അംഗങ്ങൾ, യുവജന സംഘടനാ ഭാരവാഹികൾ, ക്ലബ്ബ് ഭാരവാഹികൾ, തൊഴിലുറപ്പ് ജീവനക്കാർ തുടങ്ങിയവർ സായാഹ്ന സംഗമത്തിൽ പങ്കെടുത്തു. നാട്ടുവാർത്ത, ഏരൂർ.